മലപ്പുറത്ത് 10 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ 48-കാരന് 63 വർഷം കഠിന തടവും 3.25 ലക്ഷം രൂപ പിഴയും. അമ്പലവയൽ സ്വദേശി ഗോപാലകൃഷ്ണനെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ശിക്ഷിച്ചത്. പോക്സോ ആക്ടിലെ 3 വകുപ്പുകളിലാണ് ശിക്ഷ വിധിച്ചത്. ഓരോ വകുപ്പിലും 20 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയുമടക്കണം. പിഴ അടക്കാത്ത പക്ഷം 3 മാസത്തെ അധിക തടവും അനുഭവിക്കണം. ഇതിനു പുറമെ ബാലനീതി നിയമപ്രകാരം 3 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും, പിഴ അടക്കാത്ത പക്ഷം 3 മാസത്തെ അധിക തടവും അനുഭവിക്കണം. പ്രതി പിഴയൊടുക്കുന്ന പക്ഷം 3 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. പീഡനത്തിനിരയായ കുട്ടിക്ക് സർക്കാരിന്റെ വിക്ടിം കോമ്പൻസേഷൻ ഫണ്ടിൽ നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. 2020 ജനുവരി മുതൽ മെയ് വരെ കുട്ടിയും കുടുംബവും താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ പലതവണ ബലാത്സംഗം ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. 22 സാക്ഷികളെ കോടതി മുൻപാകെ വിസ്തരിച്ചു. 18 രേഖകളും ഹാജരാക്കി. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എ സോമസുന്ദരൻ ഹാജരായി. പ്രതിയെ തവന്നൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. സിൽവർ ലൈൻ പദ്ധതി പിൻവലിച്ച് ഉത്തരവിറക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി കോട്ടയം ജില്ലാ കമ്മിറ്റി ചങ്ങനാശ്ശേരി KSRTC ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമം നടത്തി. കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം VJ ലാലി സംഗമം ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ജില്ലാ ചെയർമാൻ ബാബു കുട്ടൻചിറ അധ്യക്ഷനായി. ഷിബു ഏഴേപ്പുഞ്ചയിൽ, PV ഷാജ്മോൻ, അഭിഷേക് ബിജു, സേവ്യർ ജേക്കബ് കൂവക്കാട്, റോസ്ലിൻ ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു. അഖിലേന്ത്യാ മെത്രാൻ സമിതിയുടെ നിർദ്ദേശപ്രകാരം വയനാട് കത്തോലിക്ക സഭ മണിപ്പൂർ ഐക്യദാർഢ്യ ദിനം ആചരിച്ചു. സമാധാനത്തിനായി സഭയിലെ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു. സഭയിലെ അൽമായ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മയും ഐക്യദാർഢ്യ സദസ്സും നടത്തി. പാരിഷ് കമ്മിറ്റികളുടെയും കത്തോലിക്ക കോൺഗ്രസ്, KCYMA, ചെറുപുഷ്പ മിഷൻ ലീഗ്, മാതൃവേദി, വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിലും വ്യത്യസ്തമായ പരിപാടികളാണ് നടത്തിയത്. ചില പള്ളികളിൽ ഒരാഴ്ചത്തെ പ്രാർത്ഥനാ യജ്ഞവും നടക്കുന്നുണ്ട്. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കേന്ദ്ര നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം എല്ലാ യൂണിറ്റുകളിലും ഒപ്പുശേഖരണവും നടക്കുന്നുണ്ട്. മണിപ്പൂരിൽ സംഘർഷം നിയന്ത്രിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് ഭീമഹർജി സമർപ്പിക്കാനാണ് ഒപ്പുശേഖരണം നടത്തുന്നത്. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട KV അബ്ദുൾ ഖാദറിന് കേരള പ്രവാസി സംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രവാസികളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. പ്രവാസികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യമൊരുക്കണമെന്ന ആവശ്യവും ചടങ്ങിൽ ഉയർന്നു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KV രാജേഷ് അധ്യക്ഷനായി. AK ഹുസൈൻ, രത്നം ബാബു തുടങ്ങിയവരും പങ്കെടുത്തു.